എന്നാൽ ആദ്യമോൻ്റെ സൈക്കിളിൽ കയറിയിരുന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഓടിക്കുന്നത് ഞങ്ങളിങ്ങനെ കാണുന്നത്. സാധാരണ അവൻ്റെ സൈക്കിളിൽ അവൻ കയറിയിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചവിട്ടലൊന്നും കാണില്ല. ഒരു പെടല ഫുള്ളായിട്ട് റൗണ്ട് അടിക്കണമൊന്നുമില്ല കേട്ടോ. ഓനോ അങ്ങനെ പീസായിട്ട് ഇങ്ങനെ ഒന്ന് മുന്നിലേക്ക് ചവിട്ടും പിന്നെ എടുത്ത് ബാക്കിലേക്ക് ചവിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒന്ന് ഓടിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ സൈക്കിള്. മറ്റേത് മുഴുവനായിട്ട് ഓടിക്കാൻ ഒന്ന് കിട്ടലില്ല അവന്. പക്ഷെ ഒന്ന് രണ്ട് റൗണ്ട് ചുറ്റുമ്പോഴേക്കിനൊക്കെ അവൻ സാധാരണ നിർത്തലാണ് ചെയ്തത്. പക്ഷെ ഇന്ന് കുറേയൊക്കെ സൈക്കിൾ ഓടിച്ചിട്ട് കേട്ടോ. അപ്പോൾ സൈക്കിൾ ഓടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാമനെയും അമ്മമ്മനെയും കണ്ടുകൊണ്ടുള്ള കൗതുകത്തിലാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഇന്ന് അവർ വന്നിരുന്നു, ഓനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. കാരണം ഓനെ അങ്ങോട്ട് നിൽക്കാൻ പോകണില്ല, പോവാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഏതായാലും ഇനി അടുത്തതിലായിട്ട് പോവും. ഈ ആഴ്ച എന്തായാലും പോവര് അങ്ങോട്ട് നിൽക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓനെന്താ വെച്ചാൽ സൈക്കിൾ ഇങ്ങനെ കിട്ടിയിട്ട് കുറേ അയക്കുന്നു. പക്ഷെ ഇന്ന് വരെ അവനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഓൻ്റെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഓടിക്കാൻ നല്ലത്, ഓനെ കൊണ്ട് ഓടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടത്. അവന് സീറ്റ് എത്താത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് ഞാൻ റെഡിയാക്കി കൊടുത്താണ് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് താത്തി കൊടുത്ത് മാക്സിമം താത്തി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇരുന്ന് ഓടിക്കുന്നത്. ഇപ്പോൾ കാലെത്താത്ത പ്രശ്നമില്ല, പക്ഷേ പെടല ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ സൈക്കിള്. കാരണം കുഴപ്പമൊന്നുമില്ല, നല്ല ശരിക്കൊന്നും പഠിച്ചു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറക്കാമെന്ന് വിചാരിക്കേണ്ട. ആദ്യം ഉള്ളിലത്തെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാലല്ലേ മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം മുറ്റത്തേക്ക് ഇറക്കി കൊടുക്കാൻ. ആളിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സ്റ്റേബിളായി വരുന്നുണ്ട് കേട്ടോ, ഒന്ന് റെഡിയായിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കാണ്ട് റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം കുറേ ഒന്നുകൂടി ബാലൻസ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ കൈ ഒതുങ്ങണില്ല, കയ്യിൽ നിന്നൊക്കെ പോകുന്നുണ്ട് വണ്ടി. പഴയ മരുന്നല്ലോ. ഇപ്പോൾ ഒന്നും കൂടി ഹൈറ്റ് വെച്ച് വരുന്നുണ്ട്, കുറച്ചൊരു ഹൈറ്റ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വണ്ടി ഓടിക്കാനൊക്കെ ഒരു ഉഷാറ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ അമ്മയും ഷിബിലും വന്നപ്പോൾ എന്താ വെച്ചാൽ ഓന് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ കേക്ക് ആയിരുന്നു. അപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനും അങ്ങനെ കൂടെ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ കാര്യമായിട്ട് സൈക്കിൾ ചവിട്ടേണ്ടത്. അവന് ഇഷ്ടപ്പെട്ട കിട്ടിയപ്പോഴുള്ളൊരു സന്തോഷത്തിലാട്ടെ സൈക്കിളൊക്കെ ചവിട്ടേണ്ടത്. കാരണം വല്ലാതാണ്ട് സൈക്കിളിൽ ഇരിക്കാത്തൊരു വ്യക്തിയാണ്, എപ്പോഴെങ്കിലൊക്കെ ഇരിക്കലുള്ളൂ. ഇതിപ്പോൾ സൈക്കിളിൽ കയറിയപ്പോൾ തൊട്ട് ഇറങ്ങണേ ഇല്ല. ഇപ്പോൾ ഭയങ്കര സൈക്കിളിൻ്റെ ഇഷ്ടമായി. എന്താണെന്നറിയില്ല, ഇനി സൈക്കിളുമ്പോൾ തന്നെ ആവുമെന്നും അറിയില്ല. ഇനി സൈക്കിൾ നിർത്തുമോ അല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല. ആൾക്ക് വലിയ ഇഷ്ടമായിരിക്കണം സൈക്കിൾ ഓടിക്കാൻ. ചെറുപ്പത്തിലൊക്കെ സൈക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ വാശിടിച്ച് കരഞ്ഞിട്ടാണ് സൈക്കിൾ കിട്ടൽ. ഇന്നത്തെ കുട്ടികൾക്ക് കാര്യം കൂടി വേണ്ട സാധനം പറഞ്ഞ മാതിരി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കും. നമ്മളെ വീട്ടുകാരും നമ്മളെ മക്കൾക്ക് എങ്ങനെയൊക്കെ അവർക്ക് വേണ്ട സാധനം നമ്മൾ വാങ്ങി കൊടുക്കുമല്ലോ. അങ്ങനെ ആദിമോൻ്റെ അമ്മമ്മയും മാമനും കൊണ്ടുവന്ന കേക്കിൽ ഒരു പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. പേര് ആദിന്ന് എഴുതിയിട്ടുണ്ട് ഓനും വേണ്ടിയിട്ട്. കാരണം വരുമ്പോൾ ഓനോട് എന്താ ചോദിക്കുക, അവനെന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടേ അവർ വരുള്ളൂ. അപ്പോൾ അവനെന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരലാണ് സാധാരണ ഒരു ചെയ്യൽ. അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുവരലല്ല ചെയ്യൽ. ഓൻ എന്താ വേണ്ടത് വെച്ചാൽ അത് കൊണ്ടു കൊടുക്കും. അതിനൊന്നും ഒരു ഇതുമില്ല കേട്ടോ. ഏറ്റവും ഇഷ്ടം അവനിപ്പോൾ അന്ന് പറഞ്ഞ ഹാപ്പി ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അപ്പോഴാണ് കേക്ക് കൊണ്ടുവന്നത് കേട്ടോ. കേക്ക് വലിയ ഇഷ്ടമാണ് ആൾക്ക്, ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഓന് മാത്രമല്ല അവൻ്റെ അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് കേക്ക് കേട്ടോ. കേക്കിനോടൊന്നും വലിയൊരു ഇഷ്ടമില്ല, കാരണം കൂടുതലായിട്ടൊന്നും ഞാൻ കഴിക്കലില്ല കേക്ക്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെറിയ പീസ് കഴിക്കുക എന്നല്ലാതെ കൂടുതൽ കഴിക്കുന്നൊരു വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അതൊരു മെഴുക്കാണ്, മധുരം ഭയങ്കര മധുരമില്ല അത്. അവർക്ക് പിന്നെ രണ്ടാൾക്കും കണക്കാണ്. രണ്ടാളും പിന്നെ എന്തിട്ടിയാലും നല്ല അടിച്ച് കയറ്റും. കേക്കാണെങ്കിലും ശരി, മറ്റുള്ള ഇതാണെങ്കിലും ശരി, ബേക്കറിയോ അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ആദ്യമോന് പിന്നെ കേക്ക് ഇതാക്കാൻ മറ്റേത് ക്രീമാണ് കാര്യമായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര നല്ലതൊന്നുമല്ല നമ്മൾ ഇതുണ്ടല്ല ക്രീമാണെന്നൊക്കെ പറയണേക്കാം. പക്ഷേ ഫ്രഷ് ആയിരിക്കും എന്ന് വിചാരിക്കണം. അങ്ങനത്തെ ക്രീമാണ് ഓനിഷ്ടം. ഓന് കേക്കിനേക്കാളും കൂടുതൽ ക്രീമാണ് വാരി. അത് പൊതുവേ അങ്ങനെ തന്നെയാണ്, എപ്പോൾ കൊണ്ടുവന്നാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ കേൾക്കുമ്പോൾ പേര് എഴുതിയ കളറുണ്ടല്ലോ, ഭയങ്കര ഒരു കടുപ്പുള്ള കളറാട്ടോ. അത് കൂടുതലായിട്ടും കുട്ടികൾക്ക് വായിലൊക്കെ കൊടുക്കേണ്ട ഫുഡ് കളറായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. അങ്ങനെ എനിക്കും തന്നിട്ട് എനിക്കൊരു ചെറിയ കഷ്ണം തന്നു. പിന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് ആർക്കും കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല. ഒരാൾക്കും തരില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേക്ക്. കാരണം ഓന് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ഓനെല്ലാവർക്കും കൊടുക്കും. എനിക്കും തന്ന് വായിൽ വെച്ചെന്ന് ഞാനും കഴിച്ചിട്ടാണ്. കാരണം എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടില്ല. ഓൻ തരുമ്പോൾ പിന്നെ നമ്മൾ കഴിക്കാതിരിക്കേണ്ടത് ശരിയല്ല. മറ്റേത് ഓനൊരു വിഷമാവില്ല നമ്മൾ കഴിക്കാതിരുന്നാൽ. അങ്ങനെ അമ്മയും മാമനും പോകാനുള്ള പരിപാടി കേട്ടോ. ഒരു നാട്ടിലേക്ക് പോകുന്ന നല്ലൊരു മഴ പെയ്തിന്. മഴ പെയ്ത് ചോർന്നതിന് ശേഷമാണ് ഒരു നാട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ഇനി അഥവാ മഴ ചെയ്ത് കഴിഞ്ഞാൽ നേരം കുറേ വൈകുകയും ചെയ്യില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു പോണ് ഞാൻ പറഞ്ഞു നിന്നോളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിൽക്കണില്ല. ഒരു പറഞ്ഞു പിന്നെ വരാം, ഞങ്ങൾ പോവാണ് നാളെ, കടയിൽ പോകാണ്ട് അവിടെ പോകണ്ട് ഇവിടെ പോകണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താ തന്നെ നിന്നിട്ടില്ല കേട്ടാ. അച്ഛനും വന്നിട്ടാ, കഴിഞ്ഞ ആഴ്ച അച്ഛനും വന്നിരുന്നു. അച്ഛനും വരലുണ്ട്, വരാതിരിക്കലൊന്നുമില്ല, എപ്പോഴും വരാറുണ്ട് കേട്ടാ. കാരണം വന്ന് പോക്കുണ്ട്.
എന്താ വെച്ചാൽ ഓന് എന്ത് പറഞ്ഞാലും കൊണ്ടുവരും ചെയ്യും. അച്ഛനെ എപ്പോൾ വരെ അവിടെ നിന്ന് ആണ്ട് വന്നില്ലെങ്കിലും ഒരു ഇങ്ങോട്ട് വന്നിട്ടെങ്കിലും കാണലുണ്ട് കേട്ടോ കുട്ടീനെ. കാരണം കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങോട്ട് പോകാൻ. ഇനിയിപ്പോൾ എപ്പോൾ അങ്ങോട്ട് അന്നാരേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഓനൊരു മടിയും കൂടാതെ ഓൻ പോണൊരു വ്യക്തിയാട്ടാ. ഞങ്ങളെയും കൂടി വേണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓന് ഞങ്ങളെയും കൂടി ആവശ്യമില്ല. കാരണം ഓൻ അവിടെ ചെന്നാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരായിട്ടും. അവിടെ മാമനായിട്ടായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മമ്മനായിട്ടായിക്കോട്ടെ എല്ലാവരായിട്ടും. അവിടെ ഞാൻ ഒരു അച്ഛമ്മയുണ്ട്, അച്ഛമ്മനായിട്ട് ഭയങ്കര കാര്യമാണ്. ഓല് തമ്മിൽ ഭയങ്കര കളിയും ചിരിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ചെന്നാൽ. ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പഠിച്ച പണി 18 നോക്കിയാൽ ഓനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. കാരണം ഓന് കരഞ്ഞിട്ടും അവിടെ തന്നെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.